ഹോർമൂസ് കടലിടുക്കിൽ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് തുടർച്ചയായ രണ്ടാം ദിനവും കനത്ത പ്രത്യാക്രമണവുമായി US. ആദ്യ ദിനം 80 ഇറാനിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം 90 ലക്ഷ്യ കേന്ദ്രങ്ങളിലേക്ക് ആണ് ആക്രമണം നടത്തിയത് എന്ന് US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ അറിയിക്കുകയുണ്ടായി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ചേരുന്നത്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം അത് തങ്ങളുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും എന്ന നിഗമനം എന്ന ആവർത്തനം ആണ് ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ തുറമുഖത്ത് അടക്കം ആണ് അമേരിക്ക ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് വിവരമായി പുറത്തുവരുന്നത്. രഞ്ജിത്ത്, ഒരു കാരണവശാലും ഈ ആക്രമണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഒടുവിൽ വന്നിട്ടുള്ള പ്രതികരണം. ഏത് തരത്തിലുള്ള ആക്രമണമാണ് അമേരിക്ക ശക്തിപ്പെടുത്തുന്നത്? രണ്ടാം ദിവസമാണ് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഹോർമുസ് കടലിടുക്കിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉള്ളത്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ഇറാന്റെ ആക്രമണത്തിലുള്ള പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ആദ്യ ദിവസം 90 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അമേരിക്കയുടെ ആക്രമണമെങ്കിൽ രണ്ടാം ദിവസവും കനത്ത ആക്രമണമുണ്ടായി. 80 കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചു എന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. US സെൻട്രൽ കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് അടക്കം ഇറക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തുർക്കിയിൽ നാറ്റോ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടുണ്ട്. അവിടെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇറാൻ ഒരു കരാറിനായി യാചിക്കുകയാണ് എന്നും മറ്റുമാണ്. അല്പം മുമ്പ് അവർ തങ്ങളെ വിളിച്ചിരുന്നു. തങ്ങളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും തകർന്നു എന്ന് അവർ പറയുന്നു. ഇനി ശേഷിക്കുന്നത് വളരെ കുറച്ച് മാത്രമെന്നാണ് ഇറാൻ പറയുന്നത് എന്നാണ് ട്രംപിന്റെ അവകാശവാദമായി ഇപ്പോൾ പുറത്തുവരുന്നത്. നമുക്കറിയാം, ഈ യാചിക്കുന്നു എന്ന വാക്ക് പലതവണ ട്രംപ് ഇറാനുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചതാണ്. പക്ഷേ അപ്പോഴൊക്കെ ശക്തമായ മറുപടി ഇറാന്റെ ഭാഗത്തുണ്ടായിരുന്നു. തങ്ങൾക്ക് അങ്ങനെ ഒരു യാചന നടത്തേണ്ട കാര്യമില്ല. അമേരിക്കൻ ആക്രമണം അവർ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിൽ പോലും വ്യാപകമായ നാശനഷ്ടമോ അത്തരം കാര്യങ്ങളോ ഒന്നും അവർ മുന്നോട്ട് വെക്കുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും ഇറാനിയൻ തീരപ്രദേശത്തുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, തീര നിരീക്ഷണ സംവിധാനങ്ങൾ, ഒപ്പം ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, നാവികശേഷി, സൈനിക ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ ഉൾപ്പെടെയുള്ള 90 കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തുന്നത് എന്നാണ് ഇപ്പോൾ US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. കമാൻഡർ ഇൻ ചീഫ് നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ US സൈന്യം ജാഗ്രതയോടെ, അതായത് ട്രംപ് നിർദ്ദേശിക്കുന്ന ഏത് കാര്യവും നടപ്പിലാക്കാൻ തങ്ങൾ ജാഗ്രതയോടെ പ്രവർത്തിക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. ഇവിടെയാണ് ഇറാൻ ഒന്നടിച്ചാൽ തങ്ങൾ 20 ഇരട്ടിയായി തിരിച്ചടിക്കും എന്നുള്ള പ്രസ്താവനയുമായി ട്രംപ് രംഗത്ത് വരുന്ന പശ്ചാത്തലം കൂടി വരുന്നത്. ഇറാനെതിരെ സൈനികപരമായി വിജയം നേടി എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഇറാൻ നേതൃത്വം ഒരു കരാറിനായി തങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ട്രംപ് അവകാശപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു സമാധാനത്തിന് ലക്ഷണമുണ്ടായിരുന്നു ഈ പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിൽ. പക്ഷേ അവിടെയാണ് പ്രകോപനപരമായി തുടർച്ചയായി 3 കപ്പലുകൾ ആക്രമിക്കുന്ന സാഹചര്യം ഹോർമുസിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതാണ് അമേരിക്കയെ പ്രകോപിപ്പിക്കുകയും മറ്റും ചെയ്തത്. പക്ഷേ ഇറാൻ പറയുന്നത് ഈ കരാറിന്റെ ലംഘനം നടത്തുന്നത് പൂർണ്ണമായും അമേരിക്കയാണ് എന്നും തങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണം കരാറിന്റെ ലംഘനമാണ് എന്നുമാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. അതിനെ തുടർന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഇറാന്റെ ആക്രമണം ബഹ്റൈനിലും ഒപ്പം കുവൈറ്റിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ബഹ്റൈനിലൊക്കെ ജനങ്ങൾക്ക് വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഡ്രോണും മിസൈലുകളും ബഹ്റൈനും കുവൈറ്റും ചേർന്ന് കേന്ദ്രീകരിച്ച് കുതിച്ചു ചെല്ലുന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുടെ കപ്പൽ പടകളൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത്. പക്ഷേ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായതായോ മറ്റോ വിവരം റിപ്പോർട്ടുകളില്ല. പക്ഷേ അപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ആക്രമണത്തിൻ്റെ സ്വഭാവം മാറുകയാണ്. അമേരിക്ക കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധസമാനമായ സാഹചര്യം ഒരുങ്ങുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അത് മാത്രമല്ല, ആഗോള വിപണിയിൽ 70 രൂപയിൽ താഴെ നിന്നിരുന്ന ക്രൂഡ് ഓയിലിൻ്റെ വില 85 കടക്കുന്ന പശ്ചാത്തലമൊക്കെ ഉയർന്നു വരുന്നു. അത് വലിയ പ്രതിസന്ധി ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനിയും ഇത്തരത്തിൽ യുദ്ധം തുടർന്നാൽ ഓഹരി വിപണിയിൽ അടക്കമുണ്ടാകുന്ന വലിയ തകർച്ച അത് തുടരുന്ന സാഹചര്യമാണ്. ഒപ്പം ഇപ്പോൾ അമേരിക്ക ആക്രമണം നിർത്തിവെക്കുമെന്ന് പറയുന്നില്ല, കരാറിൽ തങ്ങൾ ഇനി ഒപ്പുവെക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇറാനെ പൂർണ്ണമായി തകർക്കുകയാണ് തങ്ങൾ ലക്ഷ്യം എന്നും പറഞ്ഞു വെക്കുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രാധാന്യം, അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ അവിടെ ടെഹ്റാനിൽ നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ലോക നേതാക്കളൊക്കെ അവിടെയുണ്ട്. അത് മാത്രമല്ല, ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യവും അവിടെയുണ്ട്. അമേരിക്ക ആക്രമണത്തിന്റെ ഗതി മാറ്റിയാൽ എന്താകും സംഭവിക്കുക എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണേണ്ടി വരും. അഭിലാഷ്.
യെസ്, സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ അത് വൈകാരികമായ ഒരു യാത്രയപ്പാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നാണ് സംസ്കാര ചടങ്ങുകൾ. അതിനിടയിലും അമേരിക്ക തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ഹോർമോസ് കടലിടുക്കിൽ ഇപ്പോഴും ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘർഷഭരിതമായ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരിച്ചടി എന്നാണ് അമേരിക്ക ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്.